രോഹിണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം കുറച്ച് ഡേഞ്ചറാണ്. കാരണം വിചാരിക്കാത്ത ആളുകളെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നാച്ചുറലി അട്രാക്റ്റീവാണ്, പക്ഷേ ഏപ്രിലിൽ ഒരു നെക്സ്റ്റ് ലെവൽ അട്രാക്ഷനാണ്. ആളുകൾക്ക് നിങ്ങളെ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു മാസം തന്നെയാണ്. കാരണം രോഹിണി നക്ഷത്രക്കാർ എല്ലാവരും പറയുന്ന അട്രാക്റ്റീവാണ്, ചാർമിംഗ് ആണ്, ഇമോഷണൽ ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഇടൻ ട്രൂത്ത് ഉണ്ട്, നാച്ചുറൽ മാഗ്നറ്റിസമാണ്. എല്ലാവരെയും കാന്തം പോലെ ഇവർ വലിക്കും. നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ആളുകൾക്ക് നിങ്ങളിലേക്ക് അട്രാക്ഷൻ ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കുന്ന രീതി, സ്മൈൽ, കണ്ണുകൾ പോലും ആളുകളെ പുള്ള് ചെയ്യും. മറ്റൊരു സീക്രട്ട്, നിങ്ങൾ ലക്ഷറി മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് ആർഭാടപൂർണ്ണം ജീവിക്കണമെന്ന ആഗ്രഹം. നിങ്ങൾക്ക് നോർമൽ ലൈഫ് ഇഷ്ടമല്ല, നല്ലത്, എക്സ്പെൻസീവ്, ക്ലാസ് ഇതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നല്ല ചിലവും നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തുനിന്നും കടവും വാങ്ങിയിട്ടുണ്ടാവും. അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നന്നായി അറ്റാച്ച് ചെയ്യും, വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പൊസസീവ്നെസ് നല്ല കൂടുതലായിരിക്കും, ജലസിയും കൂടുതലായിരിക്കും. നിങ്ങൾ ഒരുപാട് ആലോചിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ നിങ്ങളെ ഇട്ടിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ക്രിയേറ്റിവിറ്റി, ബ്യൂട്ടി സെൻസ്, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. മറ്റുള്ളവരെ ആകർഷിക്കും, അത് നിങ്ങളുടെ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. മാർച്ച് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് ഇമോഷണലി കൺഫ്യൂഷൻ ഉണ്ടായ ഒരു മന്താണ്. കരിയർ പരമായിട്ട് നോക്കുമ്പോൾ ഫോക്കസ് കറക്റ്റായി കിട്ടിയില്ല, ഡിസ്ട്രാക്ഷൻ, വിചാരിച്ച ഗ്രോത്ത് വന്നില്ല. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ആവശ്യമില്ലാണ്ട് കുറേ വാങ്ങി വെച്ചു. എല്ലാ ലക്ഷറി ഐറ്റംസും ആയിരിക്കും, അതും നല്ല വിലയുള്ളത് വാങ്ങിയിട്ടുണ്ടാവും. സേവിങ്സും കുറവായി. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഓവർ തിങ്കിങ്, ഇൻസെക്യൂരിറ്റി. ചിലർക്ക് ഒരാൾ ഡിസ്റ്റൻസ് എടുത്തു. നിങ്ങൾക്ക് തോന്നിയിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ മാറിപ്പോയി എന്നൊക്കെ. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് ഇമോഷണലി നല്ല ഇംബാലൻസ് ആണ്. മൂഡ് സ്വിങ്സ് നന്നായിട്ടുണ്ടാവും. ലോൺലിനെസ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസം നിങ്ങളെ നന്നായിട്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസത്തിൽ ഒരു അട്രാക്ഷനും ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്ന ഒരു മാസമാണ്. പുതിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും. ക്രിയേറ്റീവ് ഫീൽഡിൽ ഗ്രോത്ത് ഉണ്ട്. റെക്കഗ്നിഷൻ എന്തായാലും നല്ല ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റ് എന്തായാലും ലഭിക്കും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകമൊക്കെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ലക്ഷറി സ്പെൻഡിങ് കൂടാനാണ് കേട്ടോ സാധ്യത ഏപ്രിൽ മാസത്തിൽ. അതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ സാമ്പത്തികം വീണ്ടും കുറച്ച് തകരാറിലാവും. നിങ്ങൾ ആ സ്പെൻഡിങ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാവും. സേവിങ്സ് നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. കോൺസെൻട്രേഷൻ കൂട്ടാൻ ശ്രമിക്കും. ആർട്ടിസ്റ്റിക് ഫീൽഡിലുള്ളവർക്കാണ് സക്സസ് കാണുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു പുതിയ പ്രണയം എന്തായാലും എൻട്രി ചെയ്യും. ചാടിക്കയറിയിട്ട് ഒന്നും പറയണ്ട. അട്രാക്ഷൻ എന്തായാലും ഇൻക്രീസ് ആവും. പല ആളുകൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കും. പഴയ ആൾ തിരിച്ച് വരാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. ചോയ്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്. അതിനനുസരിച്ചിട്ടേ ഭാവി മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കണം, ഇമോഷണലി ആയി ട്രാപ്പ് ആകരുത്. ബിസിനസ്സിൽ എന്തായാലും ഗ്രോത്ത് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. സോഷ്യൽ മീഡിയ, ക്രിയേറ്റീവ് ബിസിനസ് ഉള്ളവർക്കൊക്കെ സക്സസ് ആണ്. പുതിയ ക്ലയൻസും വരും. അട്രാക്ഷനിൽ നിങ്ങളുടെ ചാമ പീക്കായിരിക്കും. അങ്ങനെ പീക്കെല്ലാം തോന്നി അതിന് വേണ്ടി എന്ത് വേണിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ തന്നെ ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡർ. നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ അവർക്ക് പറ്റില്ല. നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ വൈബ് എല്ലാം അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസും പവറും കൂടും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് പവറും നന്നായിട്ട് തന്നെ കൂടും. ഒരു കാര്യം കൂടി പറയാം, റോങ് ആളുകളെ ട്രസ്റ്റ് ചെയ്യരുത്, ആരെയും വിശ്വസിക്കരുത്. ടെമ്പററി അട്രാക്ഷൻ അവോയ്ഡ് ചെയ്യണം. ഒരാവശ്യത്തിന് ഉപയോഗിച്ചിട്ട് കളയാനും പാടില്ല, അത് ദോഷം ചെയ്യും. പക്ഷെ പവർ ശരിയായി യൂസ് ചെയ്താൽ ലൈഫ് കംപ്ലീറ്റ്ലി ചാൻസ് ആകും.